ശുദ്ധമർദ്ദരെ ഈ പാവങ്ങളുടെ പെൻഷൻ കൊടുക്കുക സാർ. അതുകൊണ്ട് സാർ 2 പെൻഷൻ. അങ്ങ് ധനകാര്യമന്ത്രിയാണ്, അങ്ങ് മുമ്പ് MP ആയിരുന്നു. നാളെ അങ്ങ് MLA ആകാതിരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നില്ല, ആകട്ടെ. ഇനി എങ്ങാനും ആകാതിരുന്നാൽ അങ്ങക്ക് 2 പെൻഷൻ കിട്ടും. നമ്മുടെ തോമസ് മാഷിന് 3 പെൻഷൻ കിട്ടും. കോളേജ് പ്രൊഫസറുടെ പെൻഷൻ കിട്ടും, MP പെൻഷൻ കിട്ടും, MLA പെൻഷൻ കിട്ടും. പാവപ്പെട്ട കശുവണ്ടി തൊഴിലാളിയുടെ 1600 രൂപയുടെ പെൻഷൻ സാർ. അവൻ ഒരു പെൻഷൻ കൂടെ വാങ്ങിച്ചാൽ എന്താ സാർ കുഴപ്പം? കിട്ടിക്കൊണ്ടിരുന്നല്ലേ സാർ, കിട്ടിക്കൊണ്ടിരുന്നല്ലേ? ആ കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ അവർക്ക് ഇല്ലാതാക്കിയാണ് സാർ. സാർ ഇവിടെ അത് മാത്രമാണ്, ആശ്വാസകിരണം എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് സാർ. ആശ്വാസകിരണം 600 രൂപയാണ്. ഈ അതായത് കിടപ്പ് രോഗികളെ, അവരെ കൂടെയുള്ളവരെ ചികിത്സിക്കുന്ന, കൂടെ ഇരുന്ന് സഹായിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പെൻഷനാണ് സാർ. ഞാൻ അവസാനിപ്പിക്കാം. ആ പെൻഷൻ അതൊരു കൊല്ലമായിട്ട് കുടിശ്ശിയാണ് സാർ. ഈ കോക്ലിയർ ഇംപ്ലാന്റേഷൻ നടത്തിയ കുട്ടികളുണ്ട് സാർ. മുനീർ സാഹിബ് ഇവിടെ ഉണ്ട്, ശ്രുതി തരംഗം, ഉമ്മൻചാണ്ടിയുടെ പദ്ധതിയായിരുന്നു. അവരുടെ മെയിൻ്റനൻസിന് പൈസ കൊടുക്കാത്ത കാരണം കോക്ലിയർ ഇംപ്ലാന്റേഷൻ കഴിഞ്ഞ കുട്ടികൾക്ക് സംസാരശേഷി വീണ്ടും നഷ്ടമാണ് സാർ. കൈകൂപ്പി പറയാണ് സാർ, ആ പൈസ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം സാർ. ഞാൻ അവസാനിപ്പിക്കുന്നു സാർ. ഹീമോഫീലിയ രോഗികളുടെ പെൻഷൻ സാർ കുടിശ്ശിക, അതൊന്നും വെക്കരുത് സാർ. നിങ്ങൾക്ക്, ഞാനൊന്നും ആ വാക്ക് ഉപയോഗിക്കുന്നില്ല സാർ, നിങ്ങൾ ദൈവവിശ്വാസികൾ അല്ലെങ്കിൽ പോലും നമ്മളാണല്ലോ സാർ. അതുകൊണ്ട് സാർ അങ്ങ് പറഞ്ഞു 34, ഞങ്ങൾ 50 ലക്ഷം ആക്കിയെന്ന് സാർ. അച്യുതാനന്ദൻ ഗവൺമെന്റ് കാലത്ത് 16 ലക്ഷമായിരുന്നു പെൻഷൻ. ഉമ്മൻചാണ്ടി പോകുമ്പോൾ അത് 34 ആക്കി. അതിന്റെ അർത്ഥം ഇരട്ടിയിലധികം ആക്കി. ഇപ്പൊ നിങ്ങൾ 50 കൊടുക്കുന്നുള്ളൂ. ഈ ക്ഷേമനിധി പെൻഷൻ മാറ്റിയാൽ അപ്പൊ 34 നിന്ന് 50 ആകുന്നതും 16 നിന്ന് 34 ആകുന്നതും ഏതാ വലുതെന്നുള്ളത് കണക്ക് കൂട്ടി പറയൂ. കണക്കറിയാവുന്നവർ കണ്ടുപിടിക്കട്ടെ. ഞാൻ അത്ര പറയുന്നുള്ളൂ സാർ. 500 രൂപയുടെ ഏതാനും നോട്ടുകളുമായി ചിരിക്കുന്ന 3 വയോധികരായ അമ്മമാരുടെ ചിത്രം വലിയ ഫ്ലെക്സ് ബോർഡുകൾ കേരളത്തിൽ മുഴുവൻ അങ്ങയുടെയും മുഖ്യമന്ത്രിയുടെയും പടത്തിന്റെ കൂടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു സാർ. കേരളത്തിന്റെ തെരുവുകളിലെല്ലാം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സാർ, ഇത് പറഞ്ഞ് അവസാനിപ്പിക്കും, 1 മിനിറ്റോ അരമിനിറ്റ് മതി, വലിയ പരസ്യ ബോർഡുകൾ ഉയർത്തിയിരുന്നു. കുടിശ്ശിക ക്ഷേമ പെൻഷന്റെ ഒരു ഭാഗം വിതരണം ചെയ്തപ്പോഴാണ് ഈ 3 500 നോട്ടുമായി 3 അമ്മമാരുടെ ചിത്രം നിങ്ങൾ പരസ്യ പലകയിൽ വെച്ചത് സാർ. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിൽ വെൽഫെയർ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ് പെൻഷൻ. അത് നികുതി പണത്തിൽ നിന്നാണ് നൽകുന്നത്. ഏതെങ്കിലും ക്ഷേമ പെൻഷനുകൾ നൽകുന്നത് പ്രചാരണ ബോർഡുകളായി മുമ്പുള്ള LDF ഗവൺമെന്റ് പോലും വെച്ചിട്ടില്ലായിരുന്നു സാർ. എന്നാൽ നിങ്ങൾ ഈ പാവപ്പെട്ടവരുടെ ദൈന്യതയെ വിറ്റ് വോട്ടാക്കുകയായിരുന്നു. അർഹമായ പെൻഷൻ കൊടുക്കുന്നത് സർക്കാരിന്റെ ഔദാര്യമായി കൊണ്ടാടുകയായിരുന്നു സാർ. അന്ന് റോഡരികിൽ ഉയർന്ന ആ വലിയ ബോർഡുകൾ എവിടെ പോയി സാർ? അതിലുണ്ടായിരുന്ന അമ്മമാർ അവരെവിടെ പോയി? അവരാ പരസ്യ പലകയിൽ നിന്ന് പുറത്തിറങ്ങി തെരുവിൽ പെൻഷന് വേണ്ടിയിട്ട് യാചിക്കുകയാണ് സാർ. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം സാർ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDFന് നല്ല പരാജയം ഉണ്ടായി, UDFന് അവർ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള വിജയം ഉണ്ടായി. അപ്പം അത് കാരണം ഒരു രാഷ്ട്രീയമായ കാര്യങ്ങൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഞങ്ങൾ പറഞ്ഞ ക്യാമ്പയിനുകളിൽ ഇതൊക്കെ ഉണ്ട്, അത് ഗുണമാവുമെന്ന് വെച്ചിട്ട് രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ പറയാൻ ശ്രമിക്കുമെന്നല്ലാതെ എന്തെങ്കിലും ആത്മാർത്ഥത ഇവിടെ ഈ പ്രമേയം അവതരിപ്പിച്ച പ്രമേയ അവതാരകന് ഇല്ല എന്നുള്ളത് അവർക്കും അറിയാം, നമുക്കെല്ലാം മനസ്സിലാവും. സാർ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഈ പ്രമേയത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഈ 18 മാസക്കാല കുടിശ്ശികയെ സംബന്ധിച്ച് ആവർത്തിക്കാൻ പാടില്ല. സോ തോമസ് ഐസക് എനിക്ക് മുമ്പ് ധനകാര്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വൈറ്റ് പേപ്പർ ഇറക്കിയതിനകത്ത് പറഞ്ഞ ചില രേഖകളാണ് സാർ. അദ്ദേഹം ആ രേഖയ്ക്കകത്ത് പറഞ്ഞതിനകത്ത് കണക്കുകൾ കൃത്യമാകും. പക്ഷേ ആ രേഖയെക്കാളും ഉപരി ഈ അസംബ്ലിയിൽ ഏറ്റവും പ്രധാനമായിട്ട് അവതരിപ്പിക്കേണ്ട ഒരു ആധികാരിക രേഖ അസംബ്ലിയിൽ വന്ന ചോദ്യോത്തരത്തിലെ മറുപടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാർ. അന്ന് UDFന്റെ മന്ത്രിസഭയുടെ സമയത്ത് 2015 ജൂലൈ മാസം 2-ാം തീയതി 2015 ശ്രീ MK മുനീർ, പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി, അന്നത്തെ MLA റാന്നി MLA രാജു അബ്രഹാമിന് കൊടുത്തിട്ടുള്ള മറുപടി ഇപ്പോഴും ഉണ്ട്. അത് സഭാരേഖകളിലെ ആധികാരികമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതിനകത്ത് തദ്ദേശ